കള്ളൻ എസ്കോട്ട് പോകുന്ന ഒരു ദൈവത്തെയാണ് നമ്മളന്ന് ഗോസ്പലിൽ കാണുന്നത്. ചെയ്ത് തെറ്റാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ സാബത്ത് ദിവസം ഗോതമ്പയിലൂടെ നടന്നു പോയപ്പോൾ ഗോതമ്പ് പറിച്ചു തിന്നു. തിന്നാൻ പാടില്ല, അത് നിയമമാണ്. ഇന്നും ഇന്നലെ ഇറക്കിയ നിയമമല്ല, പണ്ടുകാലം മുതലേ ഈ നിയമം തലമുറകളോളം കൈമാറി വന്ന നിയമമാണ്. ഇതറിയാഞ്ഞിട്ട് ബോധപൂർവ്വമാണല്ലോ ചെയ്തത്. തെറ്റ് തന്നെയാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ടും കുറേ അധികം വരുമെന്ന് ചോദ്യം ചെയ്തപ്പോൾ യേശു പെട്ടെന്ന് അവരുടെ മുമ്പിൽ നിന്നു. എന്നിട്ട് ശിഷ്യന്മാരെ പിന്നിലാക്കി. എന്നിട്ട് പറഞ്ഞു, ദാവീദ് അനുചരന്മാരെന്താ ചെയ്തത്? ഒരു പഴയ നിയമ കോട്ടിങ്ങൊക്കെ റെഫറൻസ് എടുത്ത് അതിൽ സപ്പോർട്ടിങ് ഫാക്ടറാക്കി കൃത്യമായിട്ട് ശിഷ്യന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തലകുനിഞ്ഞ് നിൽക്കുന്ന ശിഷ്യന്മാർ തല ഉയർത്തിപ്പ് നിൽക്കുകയാണ്. തെറ്റ് ചെയ്തവർ കുറച്ചും കൂടി ധൈര്യപൂർവ്വം ചോദിക്കാൻ ഒരാളുണ്ടെന്ന ബോധ്യത്തിൽ നിൽക്കുകയാണ്. ഒരു മറുപടിയില്ലാതെ ഈ വന്നവരൊക്കെ തിരിച്ചു പോയപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. 12 പേരും ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ടാവും. പറയാതിരിക്കാൻ വകയില്ലല്ലോ. കാരണം എല്ലാ തെറ്റും അവരുടെ ഭാഗത്തായിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ചോദിക്കാൻ അവരുടെ ഗുരു മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഓർക്കണം, ചില നിയമങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് തളർത്തും. പലപ്പോഴും ചില തെറ്റുകളൊക്കെ നമ്മൾ കാണും. ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായ നിയമലംഘനം നമ്മൾ കാണും. പക്ഷേ ഈ നിയമങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരെ തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കാനുള്ളതാണ്. തല കുനിച്ച് മനുഷ്യർ നിന്നാൽ ആ നിയമം തന്നെ മാറ്റിമറിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് യേശു ആ നിയമം തന്നെ മാറ്റിയത്. ഗോസ്പൽ എന്ത് ചെയ്യുമ്പോൾ പറയുന്ന വാക്ക് മനുഷ്യപുത്രൻ സാപത്തിൻ്റെ കൂടി കർത്താവെന്നാണ്. ശരിയല്ലേ? മനുഷ്യപുത്രൻ നിയമങ്ങൾക്കൊക്കെ അപ്പുറമാണ്. ഈ നിയമങ്ങൾ പറഞ്ഞ് മനുഷ്യരെ തലകുനിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ജീവിക്കുന്നിടത്ത് ഇതുമാത്രം നിയമങ്ങളാണുള്ളത്. നിയമങ്ങൾക്കിടയിൽ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് പാലിക്കപ്പെടാതെ പോകുന്ന എത്രയോ പേരാണുള്ളത്. എല്ലാ ദിവസവും ഓഫീസിൽ താമസിച്ചു വരുന്ന ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും ഇത്രത്തോളം താമസിച്ചു വരാനുള്ള കാരണം? വീട്ടിലെ പ്രാരാബ്ദങ്ങളായാലോ? ക്ലാസ് മുറിയിലെ ആ കുഞ്ഞുകുട്ടി ഹോംവർക്കൊന്നും ചെയ്യാതെ വരുന്നുണ്ടെങ്കിൽ, നിയമങ്ങളൊക്കെ അവൻ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? വീട് അവന് ഒരു ബാരിയറായി മാറുന്നുണ്ടെങ്കിലോ? അടുക്കളയിലെ ഒരു അമ്മയ്ക്ക് എല്ലാ ദിവസവും കറിയിൽ ഉപ്പ് കൂടിപ്പോവുകയോ ഭക്ഷണം കൃത്യമായി സ്വാദിഷ്ടത്തോടെ വയ്ക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? താളം തെറ്റുന്ന ചില നിയമങ്ങൾ ആ അമ്മയെ അലട്ടുന്നുണ്ട് എന്നല്ല അതിനർത്ഥം. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വല്ലാണ്ട് ദേഷ്യപ്പെടുകയും കലഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഒരുപക്ഷെ ആരോടും പറയാൻ പറ്റാത്ത ഒരു നീറ്റൽ ഉള്ളിലുണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നു ഈ നിയമങ്ങൾ കൊണ്ട് മനുഷ്യരെ വിധിക്കുന്നത് തെറ്റാണ്. മനുഷ്യരൊക്കെ തല ഉയർത്തി നിൽക്കട്ടെ. നിയമങ്ങളെക്കാൾ അപ്പുറം സ്നേഹം മനുഷ്യൻ്റെ ഉള്ളിൽ വാഴട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.